2011 പുനർനിർമ്മാണത്തിന് തുടക്കമിട്ട മുളക്കുളം പെരുവമ്പുഴി റോഡ് 5 വർഷമായിട്ടും പൂർത്തിയാകാതെ ദുരിതം സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മാണം ഇഴയുന്നു. കുറുപ്പന്തറ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുവാൻ അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഗ്രാമവികസന കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ബസ് സ്റ്റാൻഡിൽ 2015 മെയ് 22 ആരംഭിക്കും. മുളന്തുരുത്തി അരയങ്കാവിൽ ജ്വല്ലറി ഉടമ ബാങ്കുകളിൽ മുക്കുവട്ട പണയം വെച്ച് 5.5 കോടി രൂപ തട്ടിയ കേസിൽ അന്വേഷണം നടക്കവേ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി വഴി ഇയാൾ ജനങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്ത കാര്യവും പുറത്തുവന്നു. തൊട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ലാബിന്റെ ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഏലിയാസ് യാത്രയായി. വാർത്തകൾ വിശദമായി. ഏറെ പ്രതീക്ഷകളോടെ 2011 പുനർനിർമ്മാണത്തിന് തുടക്കമിട്ട മുളക്കുളം പെരുവമ്പുഴി റോഡ് 5 വർഷമായിട്ടും പൂർത്തിയാകാതെ ദുരിതം സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മാണം ഇഴയുന്നു. റോഡ് വീതി കൂട്ടാവുന്ന സ്ഥലങ്ങളിൽ വീതി കൂട്ടി ദേശീയ നിലവാരത്തിൽ നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി 5 ചെറുപാലങ്ങൾ വീതി കൂട്ടി നിർമ്മിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായിരുന്നു. രാമമംഗലം ഗ്രാമപഞ്ചായത്തിൽ മാമലശ്ശേരി ഊരമന ഭാഗത്തെ പുഴയുടെ അരികിലൂടെ കടന്നുപോകുന്ന റോഡുകൾക്ക് സംരക്ഷണ ഭിത്തി കിട്ടി പ്രതലം ബലപ്പെടുത്താനായിരുന്നു തീരുമാനം. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഊരമന ഭാഗത്ത് ചിലയിടങ്ങളിൽ സംരക്ഷണ ഭിത്തി കെട്ടിയ ശേഷം റോഡ് 1ാം ഘട്ട ടാറിംഗ് പൂർത്തിയാക്കി. തുടർന്ന് കരാറുകാരൻ നിർമ്മാണം നിർത്തിവെച്ചു. സാമ്പത്തിക പ്രതിസന്ധി മൂലമാണ് നിർമ്മാണം നിലച്ചതെന്ന് പറയുന്നു. തുടർന്ന് കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നിർമ്മാണം പുനരാരംഭിക്കാനായിട്ടില്ല. ഇതിനിടെ നിർമ്മാണം നടത്തിയ 1ാം ഘട്ട ടാറിംഗ് നിശേഷം നശിച്ചു. മഴക്കാലമെത്തിയതോടെ ടാറിംഗ് പൊളിഞ്ഞ കുഴികളിൽ വെള്ളം നിറഞ്ഞ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സംഘടനകൾ സമരവുമായി രംഗത്തെത്തിയോടെ ആദ്യ കരാറുകാരനെ ഒഴിവാക്കി റീടെൻഡർ ചെയ്ത് ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്ന് അധികാരികൾ അറിയിച്ചിരുന്നു. പിന്നെ ഈ മാസങ്ങൾക്ക് ശേഷമാണ് റോഡ് പൂർണ്ണമായും തകർന്ന് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ സിമന്റ് കട്ട വിരിക്കാൻ നടപടി സ്വീകരിച്ചത്. പക്ഷേ സിമന്റ് കട്ട വിരിക്കലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പിറവം മുളക്കുളം മേഖലയിൽ 4 കട്ടകൾ വിരിച്ച ശേഷം നിർത്തിവെച്ചു. വീണ്ടും 1 മാസത്തിന് ശേഷമാണ് കട്ടവിരിക്കൽ ആരംഭിച്ചത്. റോഡ് കടന്നുപോകുന്ന മുളക്കുളം പള്ളിപ്പടി മുതൽ വളപ്പിൽ പാലം വരെയുള്ള റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇവിടെ സിമന്റ് കട്ട വിരിക്കുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്നും അറിയുന്നു. ആദ്യം വിരിച്ച സ്ഥലങ്ങളിലെ സിമന്റ് കട്ടകൾ പലതും ഇളകിയ സ്ഥിതിയിലാണ് ഇപ്പോൾ കാണുന്നത്. മഴ തുടങ്ങിയതോടെ ഇതുവഴിയുള്ള യാത്ര ദുരിതപൂർണമായി. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇവരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. ജനങ്ങളുടെ ഈ യാത്രാ ദുരിതം എന്ന് തീരുമെന്ന ചോദ്യത്തിന് സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ അനൂപ് ജേക്കബും കൃത്യമായ ഉത്തരം നൽകുന്നില്ല. കഴിഞ്ഞ 5 വർഷമായി നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ ദുരൂഹത അവശേഷിക്കുന്നതായി ജനം ആരോപിക്കുന്നു. പലപ്പോഴും കരാറെടുക്കാൻ ആളില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയാണ് ആരോപിക്കപ്പെടുന്നത്. ഈ വർഷവും ഈ റോഡിന്റെ ടാറിംഗ് ആരംഭിക്കാൻ സാധ്യതയില്ലെന്നാണ് അറിയുന്നത്. കട്ടവിരിക്കൽ തീർന്നാൽ തന്നെ ഈ മഴക്കാലത്ത് ടാറിംഗ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. ടാറിംഗിനായി വലമ്പൂരിൽ പ്ലാന്റ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മിറ്റലും ടാറും അനുവദിച്ചതായി പറയുന്നുണ്ടെങ്കിലും നിർമ്മാണം ഊർജിതപ്പെടുത്താൻ നീക്കങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഏറെ സമരങ്ങൾ നടത്തിയിട്ടും നടപടി ഇല്ലാത്തതിനാലായിരിക്കാം രാഷ്ട്രീയ കക്ഷികളും മനമെടുത്ത നിലയിലാണ്. റോഡ് ടാറിംഗിന് ശേഷം ഇരു സൈഡും കോൺക്രീറ്റ് ചെയ്യാനുള്ള പദ്ധതിയും ഇതിലില്ല. ടാറിംഗ് കഴിഞ്ഞാൽ തന്നെ ഈ റോഡുകളും കോൺക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ടാറിംഗ് ഉടൻ തന്നെ പൊളിയും. അടിമുടി നിർമ്മാണത്തിൽ പാളിച്ചകളേറെയുള്ള ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് എന്നാണ് യാത്രാ ദുരിതം തീരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. കുറുപ്പന്തറ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുവാൻ അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഗ്രാമവികസന കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ബസ് സ്റ്റാൻഡിൽ 2015 മെയ് 22 ആരംഭിക്കും. PC ജോർജ് MLA സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യും. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുക്കും. കുറുപ്പന്തറ കവലയിൽ വർദ്ധിച്ചു വരുന്ന ട്രാഫിക് പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനായി 1997 ജനകീയാസൂത്രണ ഫണ്ട് ഉപയോഗിച്ചാണ് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. 2015 ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാകാത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് അവഗണിച്ചതോടെ കർമ്മസമിതി പൊതു താൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയാണുണ്ടായത്. ബസ് സ്റ്റാൻഡ് തുറന്നു പ്രവർത്തിക്കുന്നതിനും കുറുപ്പന്തറ കവലയിലെ ബസ് സ്റ്റോപ്പുകൾ നടുക്കവലയിൽ നിന്നും 4 ഭാഗങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള ഹൈക്കോടതി വിധി അംഗീകരിക്കാനും ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. തുടർന്ന് വന്ന ഹൈക്കോടതി വിധികളും RTA, RTO തീരുമാനങ്ങളും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സ്പെഷ്യൽ ഉത്തരവും കുറുപ്പന്തറ വഴി സർവീസ് നടത്തുന്ന എല്ലാ KSRTC ബസ്സുകളും ബസ് സ്റ്റാൻഡിൽ കയറി സർവീസ് നടത്തണമെന്നുള്ള KSRTC മാനേജ് ഡയറക്ടറുടെ ഉത്തരവും മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ തുടങ്ങിയവരുടെ ഉത്തരവുകളും അധികൃതർ പുല്ലുവിലയാണ് കൽപ്പിച്ചിരിക്കുന്നത്. പ്രവർത്തനരഹിതമായ ബസ് സ്റ്റാൻഡിന്റെ പേരിൽ ആഴ്ച തവണ വ്യവസ്ഥയിൽ ലേലക്കാർ കുറുപ്പന്തറ കവലയിലും പൊതുനിരത്തിൽ നിന്ന് ടോൾ പിരിവ് നടത്തുന്നുണ്ട്. കർമ്മസമിതി ഓരോ നീക്കങ്ങൾ നടത്തുമ്പോൾ ബസ് സ്റ്റാൻഡിൽ 2-3 ദിവസത്തേക്ക് മാത്രം രാവിലെയും വൈകിട്ടും ഏതാനും മണിക്കൂറുകൾ ഹോം ഗാർഡ്
ഒരുപാട് ഡ്യൂട്ടിക്കെത്തുകയും ചില ബസ്സുകൾ കയറാറുമുണ്ട്. എന്നാൽ പിന്നീട് ഇവ ഉണ്ടാകാറുമില്ല. മാത്രമല്ല, ബസ് സ്റ്റാൻഡിന്റെ വാതുക്കൽ പോലും യാത്രക്കാരെ കയറ്റിയിറക്കുവാൻ ബസ് ജീവനക്കാർ തയ്യാറാകുന്നുമില്ല. കുറുപ്പന്തറ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ സ്ഥിരമായി കയറ്റണമെന്ന് ആവശ്യപ്പെട്ട് കടുത്തുരുത്തി പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഗ്രാമവികസന സമിതി സെക്രട്ടറി ടി പി കുട്ടപ്പൻ, പ്രസിഡന്റ് MM സ്കറിയ, കൺവീനർ സിജു ജോസഫ്, VT ജോജു, AD സദാനന്ദൻ, MS രാജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഐവിഷൻ, പിറവം. മുളന്തുരുത്തി അരയങ്കാവിൽ ജ്വല്ലറി ഉടമ ബാങ്കുകളിൽ മുക്കുപണ്ട പണയം വെച്ച് 5.5 കോടി രൂപ തട്ടിയ കേസിൽ അന്വേഷണം നടക്കവേ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി വഴി ഇയാൾ ജനങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്ത കാര്യവും പുറത്തുവന്നു. കനകധാര എന്ന പേരിൽ പുതുമ ജ്വല്ലറി നടത്തിയ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയാണിത്. കനകധാര എന്ന പേരിൽ പുതുമ ജ്വല്ലറി നടത്തിയ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ 100 രൂപയോ അതിന്റെ ഗുണിതങ്ങളോ ആയ തുക മാസതവണകളായി അടയ്ക്കുന്നതായിരുന്നു രീതി. ഇത്തരത്തിൽ നിക്ഷേപിച്ച് ഒരു നല്ല തുകയെത്തുമ്പോൾ പദ്ധതിയിൽ ചേർന്ന കാലത്തെ വിലയ്ക്ക് സ്വർണ്ണ നാണയമോ ആഭരണങ്ങളായി നിക്ഷേപനം മടക്കി നൽകും. ഇത്തരത്തിൽ 1000 രൂപ മുതൽ 5000 രൂപ വരെ മാസതവണകളായി നിക്ഷേപിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ടെന്നാണ് നിഗമനം. 3 വർഷത്തിലധികമായി ഇത്തരത്തിൽ പിരിച്ചെടുത്ത പണത്തിന്റെ 10% പോലും തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ലെന്നാണ് പദ്ധതിയിൽ അംഗമായിട്ടുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. 5 വർഷമെങ്കിലും ആകാതെ ഒരു നല്ല തുകയാകില്ലെന്ന് കരുതി സാധാരണക്കാരെല്ലാം സ്വർണം വാങ്ങാൻ കാത്തിരിക്കുമ്പോഴാണ് മുക്കുവണ്ട കേസിൽ ജ്വല്ലറി ഉടമ പോലീസ് പിടിയിലായത്. ജ്വല്ലറിയെക്കുറിച്ചും അവിടുത്തെ സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും അവിശ്വാസം വരുന്നപ്പോൾ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചവരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ചതായും പദ്ധതിയിൽ അംഗങ്ങളായവർ പറഞ്ഞു. സമ്പാദ്യ പദ്ധതി തട്ടിപ്പിനെ കുറിച്ച് പരാതികളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ലെന്ന് കേസന്വേഷിക്കുന്ന പിറവം CI K ജിനദേവൻ പറഞ്ഞു. ബാങ്കുകളിൽ വെച്ച ഉരുപ്പടികൾ പരിശോധിച്ചു വരുന്നതിനാൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതികളെല്ലാം ഒളിവിലാണ്. ഇവരെ പിടികൂടാൻ ഇനിയും ശ്രമം നടത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൊട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ലാബിന്റെ ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിച്ചു. എടക്കാട്ടുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജയകുമാറിന്റെ അധ്യക്ഷതയിൽ മന്ത്രി അനൂപ് ജേക്കബ് ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഒരു 3 വർഷത്തിന്റെ ഇടയ്ക്ക് ധാരാളം വിഷയങ്ങൾ ഇത്തരത്തിൽ ശ്രദ്ധയിൽ വന്നത്, ഒരുപാട് ഫണ്ടുകൾ നമുക്ക് വിനിയോഗിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇതിനായിട്ട് 2 തരത്തിൽ തുക ലഭ്യമാക്കാനുള്ള സാഹചര്യം നോക്കിയിട്ട് ഇതിന്റെ എസ്റ്റിമേറ്റ്സ് ഒക്കെ റെഡിയാക്കി പഞ്ചായത്ത് പ്രസിഡന്റ് സമർപ്പിക്കുകയുണ്ടായി. അതിനനുസരിച്ച് ഞങ്ങളിപ്പോൾ ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TN വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ KV ബീന മുഖ്യ അതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിഷ ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ രത്നാകരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി പീറ്റർ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജു തോമസ്, റീജ ജോർജ്, PT ജേക്കബ്, VN ഗോപി, M ആശിഷ്, ജൂലിയ ജെയിംസ്, ലില്ലി സജി, ലിസി സണ്ണി, ലത രാജേന്ദ്രൻ, ലീല KC, റീജ ബാബു, CDS പ്രസിഡന്റ് ഓമന ബാലകൃഷ്ണൻ, തണൽ വയോജന ക്ലബ്ബ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് N രാധാകൃഷ്ണൻ, തൊട്ടൂർ റിക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ് AK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ ലിസി ജേക്കബ് നന്ദിയും വാർഡ് മെമ്പർ MC സജികുമാർ സ്വാഗതവും പറഞ്ഞു. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഏലിയാസ് യാത്രയായി. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. ആരക്കുന്നം ചേന്നംകുളത്തിൽ തമ്പിയുടെയും മേരിയുടെയും മകൻ 27 വയസ്സുള്ള ഏലിയാസ് തമ്പി ഗൾഫിൽ മെക്കാനിക് ജോലി ചെയ്തു വരികയായിരുന്നു. അവിടെ വെച്ച് മഞ്ഞപ്പിത്തം ബാധിച്ച് അത് കരളിനെ ബാധിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടിലെത്തി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഏതാണ്ട് 50 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ചികിത്സയ്ക്കായി പണം സമാഹരിക്കുന്നതിനായി ആരക്കുന്നം വലിയപള്ളിയുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ തുക സമാഹരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കവെയാണ് ബുധനാഴ്ച രാവിലെ ഏലിയാസ് മരണത്തിന് കീഴടങ്ങിയത്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് ആരക്കുന്നം വലിയ പള്ളിയിൽ നടക്കും. അധികം വൈകാതെ അനലോഗ് ചാനലുകൾ ഇല്ലാതാകും. കേട്ടില്ലേ? ഇനി ഡിജിറ്റൽ ചാനൽസിന്റെ കാലമാണ്. അപ്പോ ഏറ്റവും മികച്ച കണക്ഷൻ തന്നെ വേണ്ടേ? ഏതെങ്കിലും ഒരു കണക്ഷൻ എടുക്കാമെന്ന് വെച്ചാലോ? കാലാവസ്ഥയെ പേടിക്കണം, ഓർത്തിരുന്ന് റീചാർജ് ചെയ്യണം, സർവീസിന് വേണ്ടി കാത്തിരിക്കണം. എന്തിനു റിസ്ക് എടുക്കണം? കേരള വിഷൻ ഡിജിറ്റൽ TV സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യൂ. 250-ൽ പരം ചാനലുകൾ, HD and 3D ചാനലുകൾ, ഒപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രാദേശിക ചാനലുകളും. കേരളം മാറുന്നു സെറ്റ് ടോപ്പ് ബോക്സിലൂടെ, കേരളം മാറുന്നു കേരള വിഷനിലൂടെ. വാർത്തകൾ തുടരുന്നു. ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെയും എറണാകുളം യൂത്ത് ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടെ പുളിക്കമാലിയിൽ KPMS രക്തദാന ക്യാമ്പും ഗ്രൂപ്പ് നിർണയവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. വിവിധ ആശുപത്രികളിൽ അനേകായിരങ്ങൾ അനുയോജ്യമായ രക്തത്തിനു വേണ്ടി കാത്തുകഴിയുമ്പോൾ ഒരു ആശുപത്രിയിൽ പോലും ആവശ്യമായ രക്തം ലഭിക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചതോടെ രക്തദാനത്തിന് ദൗർലഭ്യം നേരിടുന്ന അവസ്ഥയിൽ രക്തദാന ക്യാമ്പുകളുടെ പ്രശസ്തി വർദ്ധിച്ചിരിക്കുകയാണെന്നും ഇത്തരം ക്യാമ്പുകളിലൂടെ തങ്ങളാൽ കഴിയുന്ന രക്തം സംഘടിപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയുമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന് KPMS ഭാരവാഹികൾ അറിയിച്ചു. KPMS പുളിക്കമാലി ബ്രാഞ്ച് പ്രസിഡന്റ് മനു TCയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിനീത് MV, പാല RDO CK പ്രകാശ്, ബ്ലഡ് ഡോണേഴ്സ് സ്റ്റേറ്റ് പ്രസിഡന്റ് വിനോദ് ഭാസ്കർ, പത്രപ്രവർത്തകൻ സജി മുളന്തുരുത്തി, CA ചന്ദ്രൻ, വിഷ്ണു പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ
മുളക്കുളം പെരുവമുഴി റോഡ് 5 വർഷമായിട്ടും പൂർത്തിയാകാതെ ദുരിതം സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മാണം ഇഴയുന്നു. കുറുപ്പന്തറ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറുവാൻ അധികൃതർ കാട്ടുന്ന അവഗണനയ്ക്കെതിരെ ഗ്രാമവികസന കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ബസ് സ്റ്റാൻഡിൽ 2015 മെയ് 22 ആരംഭിക്കും. മുളന്തുരുത്തി അരയങ്കാവിൽ ജ്വല്ലറി ഉടമ ബാങ്കുകളിൽ മുക്കുവട്ട പണയം വെച്ച് 5.5 കോടി രൂപ തട്ടിയ കേസിൽ അന്വേഷണം നടക്കവേ സ്വർണ്ണ സമ്പാദ്യ പദ്ധതി വഴി ഇയാൾ ജനങ്ങളിൽ നിന്ന് കോടികൾ പിരിച്ചെടുത്ത കാര്യവും പുറത്തുവന്നു. തൊട്ടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച ലാബിന്റെ ഉദ്ഘാടനം മന്ത്രി അനിൽ ജേക്കബ് നിർവഹിച്ചു. നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഏലിയാസ് യാത്രയായി.